ഫുട്ബോളിൽ വമ്പൻ രാജ്യങ്ങൾക്ക് പിറവി കൊടുത്ത അതേ യൂറോപ്പിന്റെ മണ്ണിൽ തെക്കു പടിഞ്ഞാറ് പ്രദേശത്ത് 49.6 മില്യൺ ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. ഫുട്ബോളിന്റെ മനോഹരിതയെ ഒരു കവിത പോലെ രചിച്ച രാജ്യക്കാരാണ് സ്പെയിനുകാർ. അതേ മണ്ണിൽ പിറവി കൊണ്ടതാണ് ബാഴ്സലോണയും റിയൽ മാഡ്രിഡ് എന്നിങ്ങനെ തുടങ്ങുന്ന വമ്പൻ ക്ലബ്ബുകൾ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെയോടാണ് സ്പെയിനിലേക്ക് ഫുട്ബോൾ കടന്നു വരുന്നത്. പിന്നീട് ചരിത്രങ്ങളായിരുന്നു. 1929 ലാലിഗ എന്ന് ഇന്ന് ലോക ഫുട്ബോൾ ആരാധകർ ഏറ്റവും വാശിയോടെ കാണുന്ന ഫുട്ബോൾ ലീഗായ ലാലിഗ ആരംഭിച്ചതോടെ സ്പാനിഷ് ഫുട്ബോൾ വളരാൻ തുടങ്ങി. എന്നാൽ സ്പാനിഷ് ഫുട്ബോളിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ലോക ഫുട്ബോളിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ വർഷങ്ങളായിരുന്നു 2008 മുതൽ 2012 വരെയുള്ള ആ മനോഹരമായ കാലഘട്ടം. സ്പാനിഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സുവർണ കാലഘട്ടത്തിനായിരുന്നു അന്ന് ലോക ഫുട്ബോൾ സാക്ഷ്യം വഹിച്ചത്. ആ വർഷങ്ങളിൽ യൂറോപ്പിലെയും ലോക ഫുട്ബോളിലെയും ഓരോ രാജ്യക്കാരും സ്പെയിനിനെതിരെ വരുമ്പോൾ മുട്ടുവിറക്കുമായിരുന്നു. അത്രയും ഭയാനകരമായിരുന്നു സ്പെയിനിന്റെ അന്നത്തെ ടീം. അന്ന് സ്പെയിനിനെതിരെ കളിക്കുന്ന ഏവരെയും ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചിരുന്നത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, അത് ടിക്കി ടാക്ക്. ഫുട്ബോൾ എന്ന കലയിൽ പാസിങ്ങിന് എത്രത്തോളം മനോഹരമുണ്ടെന്ന് കാണിച്ചു തന്നത് ടിക്കി ടാക്ക് തന്നെയായിരുന്നു. ചെറിയ പാസുകൾ കൊണ്ട് തുടങ്ങി മികച്ച ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ടിക്കി ടാക്ക് ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തത് തന്നെയാണ്. സാക്ഷാൽ ഫുട്ബോൾ ഇതിഹാസം യോഹാൻ ക്രൈഫിന്റെ ടോട്ടൽ ഫുട്ബോൾ എന്ന തത്വചിന്തയിൽ നിന്നാണ് ടിക്കി ടാക്ക് രൂപപ്പെട്ടത്. പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണ മനോഹരമായ രീതിയിൽ തന്നെ ടിക്കി ടാക്ക് കൈവരിച്ചപ്പോൾ അതിനേക്കാൾ മനോഹരമായി ടിക്കി ടാക്കയെ അവതരിപ്പിച്ചത് സ്പാനിഷ് ഫുട്ബോൾ തന്നെയായിരുന്നു. അതിനുദാഹരണമാണ് 2008 അവർ അടിച്ച യൂറോ കപ്പ്. ഫുട്ബോൾ ആരാധകരെ ആവേശപ്പെടുത്തി ആദ്യമായി ചരിത്രത്തിൽ അവരൊരു യൂറോ കപ്പ് നേടുകയായിരുന്നു. പിന്നീട് 2010 ആഫ്രിക്കൻ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ സ്പാനിഷ് ഫുട്ബോൾ കാഴ്ചവെച്ചത് ഫുട്ബോളിന്റെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വേർഷനെ തന്നെയായിരുന്നു. മികച്ച താരനിരയുമായി തന്നെ 2010 വേൾഡ് കപ്പ് അവസാനം അവർ തന്നെ വിജയികളായി. നെതർലാൻഡ്സിനെയും തോൽപ്പിച്ചുകൊണ്ട് അവിടെ അവർ കിരീടം നേടുമ്പോൾ വീണ്ടും ചരിത്രം കുറിക്കുകയായിരുന്നു. അത് സ്പാനിഷ് ഫുട്ബോൾ നിലവിൽ വന്നിട്ട് അവർ ആദ്യമായി ഒരു വേൾഡ് കപ്പ് നേടുന്നു. അത് അവരുടെ നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ഒരിക്കലും സ്പെയിൻ ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത നിമിഷം. പിന്നീട് 2012 യൂറോ കപ്പും സ്പെയിൻ നേടിയതോടുകൂടി സ്പെയിൻ അവരുടെ സുവർണ കാലഘട്ടത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആൾക്കുകയായിരുന്നു. 2008 തുടങ്ങുന്ന അവരുടെ പടയോട്ടത്തിൽ 2 യൂറോ കപ്പും 1 വേൾഡ് കപ്പും നേടി യൂറോപ്യൻ ഫുട്ബോളിനെയും ലോക ഫുട്ബോളിനെയും അവരടക്കി ഭരിക്കുന്നതാണ് ലോക ഫുട്ബോൾ ആരാധകർ കണ്ടത്. എന്നാൽ ആ സുവർണ കാലഘട്ടത്തിന് ശേഷം സ്പാനിഷ് ഫുട്ബോളിന് ലോക ഫുട്ബോളിൽ വലുതായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സ്പെയിൻ വീണ്ടും ഫുട്ബോളിൽ ചരിത്രങ്ങൾ തീർക്കാൻ ഒരുങ്ങുകയാണ്. 2022-23 യുഎഫ നാഷണൽ ലീഗ് ട്രോഫി സ്പെയിൻ സ്വന്തമാക്കുന്നു. തുടർന്ന് വന്ന 2024 യൂറോ കപ്പിലും സ്പെയിൻ ചരിത്രം ആവർത്തിക്കുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടെ ഫുട്ബോൾ ആരാധകരെ രോമാഞ്ചപ്പെടുത്തി സ്പെയിൻ ആ യൂറോ കപ്പ് നേടുന്നു. ഇനി ഇതാ വന്നിരിക്കുന്നു അമേരിക്കൻ വേൾഡ് കപ്പ്. 2022 ഖത്തർ വേൾഡ് കപ്പിന് ശേഷം 26 അമേരിക്കൻ മണ്ണിൽ ചരിത്രങ്ങൾ തീർക്കാൻ ഓരോ രാജ്യവും ഒരുങ്ങിക്കെട്ടിയിരിക്കുകയാണ്, കൂടെ സ്പെയിനും. നിലവിൽ സ്പെയിന്റെ അവസ്ഥ വളരെ മനോഹരം തന്നെയാണ്. മികച്ച പ്രകടനം തന്നെയാണ് അവസാനം നടന്ന ലീഗ് ടൂർണമെന്റുകളിലെല്ലാം സ്പെയിൻ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ 26 വേൾഡ് കപ്പിൽ അമേരിക്കൻ മണ്ണിൽ ചരിത്രം തീർക്കാൻ സ്പെയിനിന് കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. 2026 വേൾഡ് കപ്പിലേക്ക് ചരിത്രങ്ങൾ തീർക്കാൻ പോകുന്ന സ്പെയിൻ സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് നോക്കാം. സ്പെയിൻ സ്ക്വാഡ് കണ്ടപ്പോൾ ആദ്യം എന്നെ തകർത്തത് അതിലൊരു റിയൽ മാഡ്രിഡ് താരം പോലുമില്ല എന്ന സത്യമായിരുന്നു. ആദ്യം ഗോൾകീപ്പറായി സ്പെയിനിന് വേണ്ടി ബൂട്ടുകെട്ടുന്നത് ഡേവിഡ് റായയാണ്. നിലവിൽ ആർസനൽ പ്രീമിയർ ലീഗ് നേടിയപ്പോൾ ആർസനലിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ച ഗോൾ കീപ്പറാണ് ഡേവിഡ് റായ. അത് 2024 യൂറോ കപ്പിലും അയാൾ കാഴ്ചവെച്ചത് മികച്ച പ്രകടനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കീപ്പറിന്റെ സ്ഥാനത്ത് അവരുടെ കാവൽമാലയായി ഡേവിഡ് റായയിൽ പ്രതീക്ഷകളേറെയാണ്. ഡിഫൻസിൽ ചെൽസി താരമായ മാർക്ക് കുക്കുറല്ലെ, ബാഴ്സലോണ താരമായ കുബേഴ്സി, അത്ലറ്റിക് താരമായ ലപ്പോട്ടെ, അത്ലറ്റിക്കോ മാഡ്രിഡ് താരമായ മാർക്ക് പ്യൂപ്പിൾ, FC ബാഴ്സലോണ താരമായ എറിക്കും, അത്ലറ്റിക് മാഡ്രിഡ് താരമായ ലോറന്റോയും ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ താരമായ പെഡ്രോയും വരുമ്പോൾ സ്പെയിൻ കൊണ്ടുവരുന്നത് മികച്ചൊരു ഡിഫൻസീവ് നിര തന്നെയാണ്. ഇനി മധ്യനിരയിലേക്ക് നോക്കാം. ആർസനൽ താരമായ മിക്കൽ മെറീനോയും മാർട്ടിൻ സുമമെന്റിയും. ഫുട്ബോൾ ലോകത്തിന് ഏറ്റവും മനോഹരമായ മധ്യനിര താരങ്ങളെ നൽകിയ രാജ്യമാണ് സ്പെയിന്. സാവി, ഇനിയസ്റ്റ, സാബി അലൻസോ, ബുസ്കറ്റ്സ് എന്നിങ്ങനെ ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും മനോഹരമായ മധ്യനിര താരങ്ങളെ ഫുട്ബോളിലേക്ക് സംഭാവന ചെയ്ത രാജ്യം.
ബാഴ്സലോണ മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് ഗാവി. സ്പെയിൻ ടീമിന് ഇടം നേടി അയാൾ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പുതിയ ചരിത്രങ്ങൾ തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി റോഡ്രി. അതെ, മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ കളിക്കുന്ന മികച്ചൊരു താരം തന്നെയാണ് റോഡ്രി. നിലവിൽ ഒരു ബാലൻ ഡോർ ജേതാവും കൂടിയായ അദ്ദേഹത്തിൽ പ്രതീക്ഷകളേറെയാണ്. സ്പെയിൻ ഫുട്ബോളിനെ തന്നെ നയിക്കാൻ കഴിയുന്ന മികച്ചൊരു നായകൻ കൂടെയാണ് അയാൾ. ഇനി എൻ്റെ ഫേവറേറ്റ് താരം പെഡ്രി. അത് സ്പാനിഷ് ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ബോൾ കൺട്രോളിംഗ് കൊണ്ട് നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന താരം. ബാഴ്സലോണയുടെയും സ്പെയിനിൻ്റെയുമെല്ലാം മത്സരങ്ങൾ ലൈവായി കാണുന്നവർക്കറിയാം അയാളും ആ പന്തും തമ്മിലുള്ള കെമിസ്ട്രി. പന്ത് തൻ്റെ കാലുകളിലേക്ക് വരുമ്പോൾ ആ കാലിൽ കൊണ്ട് അയാൾ ആ പന്തിനെ എത്ര മനോഹരമായാണ് സ്വീകരിക്കുന്നത്. അയാളും പന്തും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമാണ്. അയാൾ ആ പന്ത് കൊണ്ട് കളിക്കളത്തിൽ മായാജാലങ്ങൾ തീർത്തുകൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു. വളരെ കാമൻ കോയറ്റായ താരം തന്നെയാണ് പെഡ്രി. അത് 2026 വേൾഡ് കപ്പ് സ്പെയിൻ നേടുകയാണെങ്കിൽ സ്പെയിനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്പെയിനിനെ അവിടെ എത്തിക്കുന്നത് അയാൾ തന്നെയായിരിക്കും. ഇനി മുന്നേറ്റ നിരയാണ്. മുന്നേറ്റ നിരയിൽ സ്പാനിഷ് താരമായ മൈക്കൽ ഒയാസബൽ, അത്ലറ്റിക് ക്ലബ് താരമായ നിക്കോ വില്യംസ്, പിന്നെ ബാഴ്സലോണ താരമായ ഡാനി ഓൾമോ. അത് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് ഡാനി ഓൾമോ. അത് സ്പാനിഷ് ഫുട്ബോളിന് മികച്ച സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന സാധ്യതയുള്ള ഒരു താരം തന്നെ. കൂടാതെ ഫെറാൻ ടോറസും. അത് സ്പെയിനിന് വേണ്ടി 2026 വേൾഡ് കപ്പിൽ ഗോളടിച്ചു കൂട്ടാൻ കെൽപ്പുള്ള ഒരു താരം. സെൻട്രൽ ഫോർവേഡായി ഗോളുകൾ അടിച്ചു കൂട്ടാൻ തന്നെ ഫെറാൻ ടോറസും വരുന്നു. പിന്നെ ബാഴ്സലോണയുടെ യുവതാരം, സ്പെയിനിന് വേണ്ടി ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ലാമിൻ യമാലും വരുന്നു. എങ്ങനെ നോക്കിയാലും മികച്ചൊരു സ്ക്വാഡ് തന്നെയാണ് സ്പെയിന് 2026 വേൾഡ് കപ്പിന് വേണ്ടി സജ്ജരാക്കിയിരിക്കുന്നത്. ഏതൊരു ഫുട്ബോൾ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തുന്ന ഒരു സ്ക്വാഡ് തന്നെ. അത് ഇന്ന് നമുക്ക് കണ്ടറിയാം അങ്ങ് അമേരിക്കൻ മണ്ണിൽ ആര് ചരിത്രം തീർക്കുമെന്ന്.